ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വെജിറ്റബിൾ ആണല്ലേ മഷ്റൂം. പക്ഷേ കർക്കിടക മാസം ആകാത്തത് അധികം ആർക്കും കിട്ടാറില്ല അല്ലേ. പക്ഷേ ഇപ്പോൾ കടകളിൽ നിന്നൊക്കെ കിട്ടണതുകൊണ്ട് ആരും കഴിക്കാത്തവരായിട്ട് ഉണ്ടാവില്ല അല്ലേ. അതുപോലെ എൻ്റെ വീട്ടിലെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ കൂൺ. ഞാൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരു ഐറ്റമാണിത്. കുറച്ച് കാലം മുമ്പ് വരെയൊക്കെ ഈ കൂണ് വിരിയുന്ന സമയമാണ് നമ്മൾ കാത്തു നിൽക്കണമായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഷോപ്പ് ആയിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റ് എന്നായിക്കോട്ടെ നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ നാടനിലേറെ നമ്മൾ ഈ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കൂണല്ല എല്ലാവരും അധികം കഴിക്കുന്നത്. ഈ കൂണ് തന്നെ നമുക്ക് നീളമുള്ളതും നീളം കുറഞ്ഞതൊക്കെ ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ഈ കൂണ് കഴിച്ചിട്ട് അലർജി ഉള്ളവരുണ്ടാവും, അതായത് ഫുഡ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാറുണ്ട് ചിലവർക്ക്. പക്ഷെ ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഈ കൂണൊക്കെ നമ്മൾ മേടിച്ച് നന്നായിട്ട് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ വാഷ് ചെയ്ത് മുറിച്ചിട്ട് കുറച്ച് നേരം ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട വെള്ളത്തിലൊക്കെ ഒന്ന് ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണതൊക്കെ നല്ലതാട്ടോ. കാരണം ഇത് നാച്ചുറലായിട്ട് ഉണ്ടാവുന്നതല്ല. അപ്പോൾ പിന്നെ നമുക്ക് ചിലവർക്കത് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ മേടിക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ വീട്ടിലിത് മേടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അധികം റോസ്റ്റ് ചെയ്യാറാണ്. കാരണം വേറെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പിന്നെ നമ്മളൊരു സാധനം പൈസ കൊടുത്ത് മേടിച്ചിട്ട് നശിപ്പിക്കേണ്ട കരുതിയിട്ട് നമ്മൾ ആരും ഇതുവരെ വേറെ രീതി ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും വീട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ റോസ്റ്റ് ചെയ്യാറ് തന്നെയാണ്. പിന്നെ ബ്രെഡ് ആയിക്കോട്ടെ, പൊറോട്ട ആയിക്കോട്ടെ, ദോശ, ഇഡലി, ഇതിനൊക്കെ നമുക്ക് കോംബോ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഹസ്ബൻഡ് ഇത് കഴിക്കില്ല കേട്ടോ. മൂപ്പർക്ക് നാടൻ കോഴിനോടാണ് താല്പര്യം. അപ്പോൾ എങ്ങനെ രുചിയോട് ഉണ്ടാക്കി കൊടുത്താലും മൂപ്പരത് തൊട്ട് നോക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അത് മേടിക്കാറുമില്ല. പക്ഷേ എൻ്റെ വീട്ടിലെത്തിയ സ്ഥിരം ഫുഡ്, അതായത് ചോറിന് വേറെ ഒരു കറികളില്ലെങ്കിലും ഈ ഒരു റോസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ചോറ് നമ്മൾ കഴിക്കും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. കുറച്ച് പേരൊക്കെ പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ വീട്ടിലേക്ക് പോകണം വ്ളോഗൊന്നും ചെയ്യാമായിരുന്നെന്ന്. അപ്പോൾ ഇതിലറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, എൻ്റെ വീട് പെരിന്തൽമണ്ണയാണ്. അപ്പോൾ പെരിന്തൽമണ്ണ വളാഞ്ചേരി റോഡ് പണി നടക്കണതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ മഷ്റൂം റോസ്റ്റ് റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക്